പാല്, കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. പാല്, കല്ലുപ്പ്, മഞ്ഞപ്പൊടി, മുല്ലപ്പൂവ് ഇതൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് വളരെ നല്ല ഐശ്വര്യമാണ്. എണ്ണയൊന്നും വാങ്ങിക്കരുത്, എണ്ണ ശനിയാണ്. എണ്ണ എള്ളൊക്കെ ശനിയാണ്, അതൊന്നും മേടിക്കരുത്. ഇങ്ങനെ സാധനങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് പൂജാമുറി വച്ച ശേഷം നമ്മൾ വീട്ടിലാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊക്കെ വളരെ ഐശ്വര്യമുള്ള തരുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ 1-ാം തീയതി എന്ത് ചെയ്യുന്നു, ഏത് 1-ാം തീയതി ആയാലും 1-ാം തീയതി എന്താണോ ചെയ്യുന്നത് ആ മാസത്തെ മുഴുവൻ ഫലം ഉണ്ടാവുക. മലയാളം ഒന്നായാലും ഇംഗ്ലീഷ് ഒന്നായാലും 1-ാം തീയതി എന്ത് ചെയ്യുന്നു, ഉച്ച വരെ എന്ത് ചെയ്യുന്നു അതായിരിക്കും അന്നത്തെ ഫലം. ഉച്ച കഴിഞ്ഞ് പിന്നെ പ്രശ്നമില്ല. അന്നത്തെ ഫലം വരുന്നത് അതാണ്. ആ വർഷത്തെ അല്ലെങ്കിൽ ആ മാസത്തെ ഫലം നമുക്ക് അനുഭവിക്കുന്നത് അതായിരിക്കും. ഗ്ലാസ്സുകളൊന്നും പൊട്ടരുത്. ഗ്ലാസ് പൊട്ടിയ, ചോര പിടിക്കുക, അതൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. ശ്രദ്ധയുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. ശ്രദ്ധയില്ലാത്തപ്പോഴാണല്ലോ ഇതൊക്കെ പൊട്ടിപ്പോണതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വന്നിരിക്കും. മഹാലക്ഷ്മി അസ്ഥിരയാണെന്നാണ് പറയുന്നത്. പക്ഷേ മഹാലക്ഷ്മി സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കാനായിട്ട് നമ്മളെപ്പോഴും വൃത്തിയും വെടുപ്പുള്ള ഇടത്ത് ലക്ഷ്മി ദേവി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ചേട്ടത്തി വരും. ചേട്ടത്തി വന്നാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചിങ്ങമാസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ചിങ്ങമാസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മേടക്കൂറുകാർക്ക് ഇപ്പോൾ 7 ശനിയും വ്യാഴം 3-ലൊക്കെ നിൽക്കുന്ന സമയം തന്നെ അത് മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച സമയം അത്ര ഗുണമൊന്നുമല്ല. എങ്കിലും അവരിതുപോലെ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക.